സഖാക്കൾ എന്താ പാട് സുഖല്ലേ? ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് എന്തായിരുന്നു ബാലസംഘ പ്രസിഡന്റ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട പാർട്ടി ഓഫീസും ആ ബാലസംഘത്തിൻ്റെ ഭാരവാഹികളും ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ വീഡിയോ പോയി, വിഷമമുണ്ടോ? എന്ത് വിഷമോ? നമ്മളെവിടെ ഉണ്ട് ആ ചെങ്കുടി പോകൂല. ഈ അക്കൗണ്ടൊക്കെ പോയപ്പോൾ വിഷമം തോന്നിയായിരുന്നു നിങ്ങൾക്ക്? കുറേ വിഷമമുണ്ട്. പക്ഷെ പ്രശ്നമില്ല, ഇനി നമ്മൾ കേട്ടു പുതിയ വീഡിയോസ് വരും. വിഷമം തോന്നിയെന്നോ വീഡിയോ ഒക്കെ പോയപ്പോൾ? ചെറുതായിട്ട് അല്ലേ? ആരൊക്കെ ഈ പാർട്ടി ഓഫീസ് ഉണ്ടാക്കി തന്ന? ആരൊക്കെ? ഞങ്ങളെല്ലാരും കൂടി. നിങ്ങൾ തന്നെ ഉണ്ടാക്കി? നിങ്ങൾ എത്ര ആളാ ഗാങ്ങാ? ഫ്രണ്ടും കൂടി ഉണ്ട്. ഒരു കല്യാണം ഉണ്ടായിട്ട് പോയി അല്ലേ? നിങ്ങൾ എത്ര ചങ്ങായിമാരവിടെ? ഇവിടെ കൊറേ ചങ്ങായിമാരൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾ ടീമാണോ? എല്ലാം ഞങ്ങൾ ടീമാ. എല്ലാം സഖാക്കളാണോ? ചിലതൊക്കെ ലീഗുകളാ. എന്തായാലും എല്ലാം ഉഷാറാണ്. അത് തന്നെയാണ് കുട്ടികൾ പറയുന്നത്. ഇവരുടെ ഈ പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് അവർ കുട്ടി സഖാവ് എന്ന പേജിൽ പങ്കുവയ്ക്കുന്നത്. പക്ഷേ അത് നിമിഷങ്ങൾക്കകം തന്നെ മെറ്റ റദ്ദ് ചെയ്യപ്പെടുന്നു. ആ അക്കൗണ്ട് ഫ്രീസ് ആകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇതിനെന്താണ് കാരണമെന്ന് ഉന്നയിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഒരു മെയിൽ മെറ്റയ്ക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ മറുപടി ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം, അല്ലേ? അതെ, തീർച്ചയായും. ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു സംഭവം അറിഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വയലേഷന് എതിർക്കുന്ന മറ്റല്ലെങ്കിൽ ഇങ്ങനെ മെറ്റ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള മറ്റ് കണ്ടൻറ്റുകളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മെയിൽ അയച്ചിട്ടുണ്ട്. ഇതുവരെ മറുപടി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. വെയിറ്റ് ചെയ്യണം മറുപടിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെയാണല്ലോ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. പാരൻ്റ് അത് പ്രത്യേകം അവിടെ നമ്മൾ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് മാനേജർ ബൈ പാരൻസ് എന്നുള്ളത്. കുട്ടികളുടെ കോണ്ടന്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ട്. മെറ്റയുടെ റൂൾസാണ്. അതുപോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനൊരു സംഭവം നടന്നു. വയലേഷൻ വരേണ്ട കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കണ്ടൻറ്റും അതിലില്ല. അതിൽ വന്ന കണ്ടൻറ്റ് ഒന്ന് നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസുകൾ, മറ്റൊന്ന് നമ്മുടെ പൊളിറ്റിക്കൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസുകൾ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഇട്ടിട്ടുള്ളത്. പൊളിറ്റിക്കൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോയിൽ പോലും മറ്റ് പാർട്ടികളെ നമ്മൾ വല്ലാണ്ട് താറടിച്ച് കാണിക്കുകയോ അങ്ങനെയൊന്നും കാണിക്കാതെ നമ്മുടെ ആശയം എന്താണ് എന്നുള്ളത് വൃത്തിയിൽ അവതരിപ്പിക്കുന്ന കുറച്ച് കണ്ടൻറ്റുകൾ അതാണ് ഉണ്ടായിരുന്നത്. വേദനിപ്പിക്കുന്ന റിസൾട്ടാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭയങ്കര സങ്കടമായി. കാരണം ഇന്നലെ അത് 2.5 മില്യൺ ആളുകൾ കണ്ടൊരു വീഡിയോ ആയിരുന്നു. പിന്നെ എസ്പെഷ്യലി പിണറായി വിജയൻ സാറ് ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. പിന്നെ നമ്മുടെ മുഹമ്മദ് റിയാസ് സാറ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോറിയൊക്കെ വെച്ച് വീഡിയോ ആയിരുന്നു. അതായിരുന്നു പെട്ടെന്ന് കട്ടായി പോയപ്പോഴുള്ള സങ്കടം. എന്തായാലും ഈ വിഷയം അറിഞ്ഞ് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിഷേധാർഹമാണ്. തീർച്ചയായിട്ടും പ്രതിഷേധമാണ്. ഈ നാടിനകത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടി സഖാക്കൾ എന്ന രീതിയിലേക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുറന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ആ അക്കൗണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇലക്ഷൻ്റെ സമയത്ത് ഈ പരാജയം ഏറ്റുവാങ്ങിയ സമയത്ത് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് പറയുന്ന വീഡിയോ ഉൾപ്പെടെ ഒരു ബെറ്റിൻ്റെ മേൽ മുട്ടയടിച്ച് വന്ന് ഞങ്ങൾ പിറകോട്ടില്ല, ഞങ്ങൾ നെഞ്ചിനകത്ത് ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളാണ്. നല്ല റീച്ച് കിട്ടിയിരുന്നു. ആ റീച്ച് കിട്ടിയതിന് ശേഷം ഇവരെ ഈ ഇത്തരത്തിലേക്കുള്ള ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാനം ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഇവരുണ്ടാക്കിയൊരു പാർട്ടി ഓഫീസാണ്. അവർ സ്വയം തീരുമാനിച്ച് പാർട്ടി ഓഫീസ് ഉണ്ടാക്കുകയും വീഡിയോ എടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ബാലസംഘത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇട്ടതാണ്. അതിനകത്ത് നമ്മുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പേഴ്സ്, APMൻ്റെ കേന്ദ്ര PB മെമ്പർ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് എന്ത് ചെയ്യാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് ഇടുകയും അതോടൊപ്പം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്യാണ് അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റെല്ലാം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടിനകത്തെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അതോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളും നിഷേധിക്കുന്നവരായി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മാറുകയാണ്. ഇത് പുതിയ കാലമാണ്. പുതിയ കാലഘട്ടത്തിനകത്ത് സോഷ്യൽ മീഡിയകളാണ്. ഇൻസ്റ്റ ആണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. ആ ഇൻസ്റ്റ പ്രധാനപ്പെട്ട സമയത്ത് അതിനെ നിഷേധിക്കുന്നവരായി. ഏറ്റവും നല്ലൊരു പേജാണ്. എനിക്ക് തോന്നിയത് 2.5 മില്യണത്തോളം വരുന്ന ആൾക്കാർ റീച്ച് ചെയ്തിരിക്കുന്ന ആ പേജ് എന്ത് ചെയ്യാണ് ഒരു രാത്രി കഴിയുമ്പോഴേക്കും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്, ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു കാരണവശാലും എന്തല്ല, നല്ല രീതിയല്ല, അംഗീകരിക്കാൻ പറ്റില്ല. വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഇതിനകത്ത് ജനങ്ങളെ കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യും വലിയ രീതിയിലേക്ക് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. തന്നെയാണ് എന്തായാലും വലിയ പ്രതിഷേധം ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നും പരിസര പ്രദേശത്തെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ രീതിയിലേക്ക് മാറുന്നൊരു കാഴ്ച കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇവർ പുറകോട്ടില്ല എന്നുള്ളത് തന്നെയാണ്, അല്ലേ? പുറകോട്ടില്ലല്ലോ, മുന്നോട്ട് തന്നെ. മുന്നോട്ട് അത് തന്നെയാണ്. എന്തായാലും കുട്ടികളാരും ഇനി പുറകോട്ടില്ല എന്നുള്ളത് കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഷഫീഖ് അർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.